10 കന്യകളുടെയും രാജകൊട്ടാരത്തിലെ കല്യാണത്തിന്റെയും ഉപമ. യോഹന്നാന്റെ, കൃഷിപ്പണിക്കാരുടെ ഐസക്കിന്റെയും കൂട്ടുകാരുടെയും മറ്റു ശിഷ്യരുടെയും സ്ത്രീകളുടെയും സാന്നിധ്യത്തിലാണ് ഈശോ പ്രസംഗിക്കുന്നത്. കന്യകാമാതാവ് മേരിയും മാർത്തായും ബെഥനിയിലെ അനേകം ആളുകളുമുണ്ട്. അപ്പസ്തോലന്മാരെല്ലാവരും സന്നിഹിതരാണ്. ഏറ്റവും മുമ്പിൽ ഈശോയ്ക്ക് അഭിമുഖമായി ഇരിക്കുന്ന ബാലൻ ഒരു വാക്കുപോലും വിട്ടുപോകാതെ ശ്രദ്ധിച്ചു കേട്ടുകൊണ്ടിരിക്കുന്നു. ഈശോ പ്രസംഗം തുടങ്ങിയിട്ടേയുള്ളൂ എന്ന് തോന്നുന്നു. കാരണം ആളുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. ഈശോ പറയുന്നു, നിങ്ങൾക്ക് എപ്പോഴും പേടിയായതുകൊണ്ട് ഭയത്തിൻ്റെ വികാരം നിങ്ങളിൽ മുന്തി നിൽക്കുന്നു എന്നു ഞാൻ മനസ്സിലാക്കുന്നത് കൊണ്ട് വളരെ മാധുര്യമുള്ള ഒരു ഉപമയാണ് ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. സന്മനസ്സുള്ളവർക്ക് മാധുര്യം, അല്ലാത്തവർക്ക് കയ്പ്. ഈ രണ്ടാമത് പറഞ്ഞ കൂട്ടർക്ക് അവരുടെ കയ്പ് നീക്കിക്കളയാൻ പറ്റും. അവർ സന്മനസ്സുള്ളവരായി തീരട്ടെ. അപ്പോൾ ഉപമയിൽ അടങ്ങിയിരിക്കുന്ന ശാസന അവർക്ക് അനുഭവപ്പെടുകയില്ല. സ്വർഗരാജ്യം ഒരു കല്യാണ വീടാണ്. ദൈവവും ആത്മാക്കളും തമ്മിലുള്ള വിവാഹം ആഘോഷിക്കുന്ന ഭവനം. ഒരാത്മാവ് അവിടെ പ്രവേശിക്കുന്ന ദിവസം അതിന് വിവാഹ വിരുന്നാണ് ഒരുക്കിയിരിക്കുന്നത്. ഇനി ശ്രദ്ധിച്ചു കേൾക്കൂ. വരൻ വരുമ്പോൾ കന്യകമാരുടെ ഒരു ഗണം അവന് അകമ്പടിയായി നടന്ന് അവനെ സ്വീകരിക്കുക എന്നത് നമ്മുടെ ഒരു പാരമ്പര്യമാണല്ലോ. വധൂവരന്മാരെ കത്തിച്ച വിളക്കുകളോടെ പാട്ടുപാടി എതിരേറ്റ് വരൻ്റെ ഗൃഹത്തിലേക്ക് സ്വീകരിക്കുകയാണ് ചെയ്യുക. വധു വിവാഹവസ്ത്രങ്ങളും ശിരോവസ്ത്രവും അണിഞ്ഞൊരുങ്ങി അവൾ രാജ്ഞിയായി വാഴാൻ പോകുന്ന വരൻ്റെ ഭവനത്തിലേക്ക് നടന്നു തുടങ്ങുമ്പോൾ വധുവിൻ്റെ സ്നേഹിതകൾ കത്തുന്ന ദീപങ്ങളുമായി ഓടിച്ചെന്ന് അവരുടെ ചുറ്റും ഒരു പ്രകാശവലയം സൃഷ്ടിച്ച് ഭർത്തഗൃഹത്തിലേക്ക് ആനയിക്കുന്നു. ഒരിക്കൽ ഒരു പട്ടണത്തിൽ ഒരു വിവാഹമുണ്ടായിരുന്നു. വധുവിൻ്റെ വീട്ടിൽ വധൂവരന്മാരും ബന്ധുക്കളും സ്നേഹിതരും ഒരുമിച്ച് കൂടി ആഹ്ലാദിക്കുകയും നേരം പോക്ക് പറഞ്ഞ് രസിക്കുകയും ചെയ്യുന്ന സമയത്ത് 10 കന്യകകൾ വരൻ്റെ വീട്ടിലെ വിവാഹപന്തലിൽ ദീപങ്ങളുമായി എത്തി. സംഗീതവും വാദ്യവും കേൾക്കുമ്പോൾ അവർക്കറിയാം വധൂവരന്മാർ വധൂഗൃഹത്തിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടെന്ന്. അപ്പോൾ അവർ വിളക്ക് കൊളുത്തി പുറപ്പെട്ടു ചെന്ന് അവരെ സ്വീകരിച്ച് ആനയിക്കും. ആഘോഷം വളരെ നീണ്ടു. രാത്രിയായി. കന്യകകൾ വിളക്കുകൾ സാധാരണയായി അണക്കാറില്ല. കാരണം കൃത്യസമയത്ത് പുറപ്പെടണമെങ്കിൽ വീണ്ടും കത്തിക്കുന്നത് താമസമായിരിക്കും. 10 കന്യകളിൽ 5 പേർ ബുദ്ധിയുള്ളവരും 5 പേർ ബുദ്ധിശൂന്യകളുമായിരുന്നു. വിളക്കുകൾ എല്ലാവരും കത്തിച്ചു തന്നെ വെച്ചു. ബുദ്ധിയുള്ളവർ വിളക്ക് നിറയെ എണ്ണയെടുത്തത് കൂടാതെ ചെറിയ കുപ്പികളിൽ കൂടുതൽ എണ്ണ കരുതിയിരുന്നു. ബുദ്ധിശൂന്യകൾ വിളക്ക് നിറച്ച് എണ്ണയൊഴിച്ചു, എന്നാൽ പാത്രങ്ങളിൽ കൂടുതൽ കരുതിയില്ല. മണിക്കൂറുകൾ ഓരോന്നായി കടന്നുപോയി. രസം പിടിച്ച സംഭാഷണം, തമാശ പൊട്ടിക്കൽ എല്ലാം കാത്തിരിപ്പിനെ സന്തോഷമുള്ളതാക്കി. കുറേയധികം സമയം കഴിഞ്ഞു. പിന്നീട് എന്താ പറയേണ്ടതെന്നോ എന്താ ചെയ്യേണ്ടതെന്നോ അവർക്കറിഞ്ഞുകൂടാന്നായി. അവർക്ക് ക്ഷീണവും മുഷിച്ചിലുമായി. എല്ലാവരും സുഖം പോലെ ഇരുന്നു. താമസിയാതെ ഉറക്കം പിടിച്ചു. വിളക്കുകളെല്ലാം കത്തിച്ചു തന്നെ വെച്ചിരുന്നു. പാതിരയായപ്പോൾ അതാ ഒരു വിളിച്ചുപറച്ചിൽ, വരൻ വരുന്നുണ്ട്, പോയി അവനെ സ്വീകരിക്കൂ. 10 പേരും പിടച്ചെണീറ്റ് ശിരോവസ്ത്രവും മാലയും അണിഞ്ഞ് വിളക്ക് വെച്ചിരുന്ന മേശക്കരികിലേക്ക് ഓടി. 5 പേരുടെ വിളക്കുകൾ പ്രകാശം മങ്ങിയിരിക്കുന്നു. എണ്ണ പറ്റി കരിന്തിരി കത്തിത്തുടങ്ങി. പ്രകാശം വളരെ കുറഞ്ഞു. ഒരു ചെറിയ ശ്വാസം മതി അവയെ കെടുത്താൻ എന്നുള്ള സ്ഥിതിയിലായി. മറ്റ് 5 വിളക്കുകൾ നന്നായി കത്തുന്നു. കാരണം ബുദ്ധിമതികളായവർ ഉറക്കം പിടിക്കുന്നതിന് മുമ്പ് വിളക്കുകളിൽ വീണ്ടും എണ്ണ നിറച്ചിരുന്നു. അവർ കുറേ എണ്ണ കൂടെ ഒഴിച്ചപ്പോൾ അവയുടെ പ്രകാശം വർദ്ധിക്കുകയും ചെയ്തു. ബുദ്ധിശൂന്യകൾ മറ്റവരോട് ചോദിച്ചു, നിങ്ങളുടെ എണ്ണ കുറച്ച് ഞങ്ങൾക്ക് തരണമേ, അല്ലെങ്കിൽ ഞങ്ങളുടെ വിളക്കുകൾ എടുക്കുമ്പോൾ തന്നെ കെട്ടുപോകും. നിങ്ങളുടെ വിളക്കുകൾ എത്ര മനോഹരമായിരിക്കുന്നു. എന്നാൽ ബുദ്ധിയുള്ളവർ പറഞ്ഞു, വെളിയിൽ കാറ്റ് വീശുന്നുണ്ട്,
മഞ്ഞും വീണുകൊണ്ടിരിക്കുന്നു. കാറ്റിനെയും തണുപ്പിനെയും ചെറുത്തു നിൽക്കാൻ മാത്രം ജ്വാല ശക്തിയാകണമെങ്കിൽ എണ്ണ നല്ലപോലെ ഉണ്ടായിരിക്കണം. ഞങ്ങൾ കുറച്ച് പകർന്നു നിങ്ങൾക്ക് തന്നാൽ ഞങ്ങളുടെ വിളക്കുകളും മങ്ങിത്തുടങ്ങും. അങ്ങനെ കന്യകളുടെ അകമ്പടി പ്രകാശമില്ലാത്ത വിളക്കുകളും പിടിച്ചാണെങ്കിൽ ആകെ മോശമായി ഒരു ദുഃഖത്തിൻ്റെ പ്രതീതിയായിരിക്കും നൽകുക. നിങ്ങൾ പോകൂ, ഏറ്റവും അടുത്തുള്ള വിൽപ്പനക്കാരൻ്റെ പക്കലേക്ക് ഓടുക. അവിടെ ചെന്ന് മുട്ടി വിളിച്ചെഴുന്നേൽപ്പിച്ച് കുറേ എണ്ണക്കായി യാചിക്കുക. ബുദ്ധിശൂന്യകൾ പരവേശം പിടിച്ചോടുകയായി. ശിരോവസ്ത്രം ആകെ ഉടഞ്ഞു. വസ്ത്രത്തിന്മേൽ എണ്ണയും കരിയും പറ്റി. തിരക്കിനിടയിൽ പൂമാല പൊട്ടിപ്പോവുകയും ചെയ്തു. എന്നാൽ അവർ പോയി കഴിഞ്ഞപ്പോൾ വധൂവരന്മാർ വീടിൻ്റെ താഴെ റോഡിലെത്തിക്കഴിഞ്ഞു. കത്തുന്ന വിളക്കുമായി ബുദ്ധിയുള്ള 5 പേർ വേഗം ചെന്ന് അവരെ സ്വീകരിച്ചു. വിവാഹത്തിൻ്റെ അവസാന ചടങ്ങിനായി ദമ്പതികൾ കന്യകമാരുടെ അകമ്പടിയോടെ വീട്ടിൽ പ്രവേശിച്ചു. എല്ലാം കഴിയുമ്പോൾ കന്യകകൾ വധുവിനെ മണിയറയിലേക്ക് ആനയിക്കുകയാണ് ചെയ്യുന്നത്. അവർ പ്രവേശിച്ചു കഴിയുമ്പോൾ വാതിലടക്കും. അങ്ങനെ ബുദ്ധിയുള്ളവർ പ്രവേശിച്ചു. വാതിലടക്കപ്പെട്ടു. പുറത്തുള്ള ഒരുത്തർക്കും പിന്നീട് വാതിൽ തുറക്കുകയില്ല. ബുദ്ധിശൂന്യകൾ എണ്ണയും വാങ്ങി തിരിച്ചു വന്നപ്പോൾ വാതിൽ അടച്ചുപോയി. അവർ ധാരാളം പ്രാവശ്യം മുട്ടി, ഒരു ഉപകാരവും ഉണ്ടായില്ല. അവരുടെ വിരല് വേദനിച്ചതു മാത്രം. അവർ കരഞ്ഞു പറഞ്ഞു, കർത്താവേ, കർത്താവേ, ഞങ്ങൾക്ക് വാതിൽ തുറന്നു തരണമേ. ഞങ്ങളും വിവാഹ ഘോഷയാത്രയ്ക്കുണ്ടായിരുന്നു. നിന്റെ വിവാഹത്തിന് മോടിയും മംഗളവും വർദ്ധിപ്പിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഞങ്ങൾ. മണവാളൻ വീടിൻ്റെ മുകളിലത്തെ തട്ടിൽ ഏറ്റവും അടുത്ത ബന്ധുക്കളോടും സ്നേഹിതരോടും യാത്ര പറയുന്ന സമയമായിരുന്നു. ഒരു നിമിഷത്തേക്ക് അവരെ വിട്ടിട്ട് വരം പറഞ്ഞു, നിങ്ങളെ ഞാൻ അറിയുകയില്ല എന്ന് ഞാൻ പറയുന്നു. നിങ്ങൾ ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ വധുവിന് ചുറ്റും നിന്ന് സന്തോഷിക്കുന്നവരായി നിങ്ങളെ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ വെറും തട്ടിപ്പുകാരാണ്. അതിനാൽ വിവാഹഭവനത്തിൽ നിന്നും നിങ്ങളെ പുറത്താക്കുന്നു. അപ്പോൾ ബുദ്ധിശൂന്യകളായ ആ പെൺകുട്ടികൾ കരഞ്ഞുകൊണ്ട് ഇരുട്ടുള്ള വഴികളിലൂടെ ഇറങ്ങിപ്പോയി. വിളക്ക് കൊണ്ട് ഉപകാരമുണ്ടായില്ല. ഉടുപ്പെല്ലാം ഉടഞ്ഞു, വേൽ കീറിപ്പോയി, മാല പൊട്ടി, ചിലതെല്ലാം നഷ്ടപ്പെടുക തന്നെ ചെയ്തു. ഇനി ഇതിൻ്റെ അർത്ഥം എന്തെന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ. വധുവിന് അകമ്പടിയായി വിളിക്കപ്പെടുന്നത് എത്ര ബഹുമതിയും ഭാഗ്യവുമായിട്ടാണ് പെൺകുട്ടികൾ കരുതുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഓരോ തരത്തിൽപ്പെട്ട ആളുകൾ എന്തിനെയെല്ലാമാണ് സൂചിപ്പിക്കുന്നതെന്ന് ഞാൻ പറയാം. അപ്പോൾ ഉപമ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകും. വരൻ ദൈവമാണ്. വധു നീതിനിഷ്ഠയോടെ ജീവിക്കുന്ന ആളിൻ്റെ ആത്മാവാകുന്നു. സ്വർഗരാജ്യമാണ് വിവാഹ വീട്. എല്ലാ വിശ്വാസികളും വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു. കാരണം ദൈവം തൻ്റെ എല്ലാ മക്കളെയും സ്നേഹിക്കുന്നു. എപ്പോഴെങ്കിലും എല്ലാവരും വിവാഹ ചടങ്ങിൽ സംബന്ധിക്കും. അതൊരു വലിയ ബഹുമതിയാണ്. വിവാഹ വാഗ്ദാനം കഴിഞ്ഞ് കുറേ കാലം വധു അവളുടെ പിതാവിൻ്റെ ഭവനത്തിൽ കഴിയുന്നു. പിതാവിൻ്റെ ഭവനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രമാണങ്ങളുടെയും നിർദ്ദേശങ്ങളുടെയും സുരക്ഷിത സ്ഥിതിയാണ്. അവയനുസരിച്ചുകൊണ്ട് ആ മേൽക്കൂരയുടെ കീഴിൽ നീതിയായി ജീവിക്കുന്ന അവളെ വിവാഹത്തിനായി വരൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുകയാണ്. വിശ്വാസികളുടെ ആത്മാക്കളാണ് തോഴികളായ കന്യകമാർ. വധുവിൻ്റെ മാതൃകയനുസരിച്ച് ജീവിക്കുന്നവരാണ് തോഴികൾ. തങ്ങളെ തന്നെ വിശദീകരിച്ചുകൊണ്ട് വധുവിന് ലഭിക്കുന്ന ബഹുമാനം തങ്ങൾക്കും ലഭിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. വധുവിനെ തിരഞ്ഞെടുക്കാൻ വരനെ പ്രേരിപ്പിച്ചത് അവളുടെ നന്മകളാണ്. അവർ വിശുദ്ധിയുടെ മാതൃക തന്നെയാണ്. തോഴിമാരെല്ലാം വളരെ വെടിപ്പുള്ള പുതിയ വെള്ളവസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. വെള്ള ശിരോവസ്ത്രവും പൂമുടിയും അവർ അണിഞ്ഞിരിക്കുന്നു. കൈകളിൽ കത്തിച്ച ദീപവുമുണ്ട്. എണ്ണ വളരെ ശുദ്ധി ചെയ്തതാണ്. പുകയും മണവും ഉണ്ടാകാതിരിക്കാൻ വിളക്കും തിരിയും വൃത്തിയായിട്ടുള്ളത്. വെള്ളവസ്ത്രം. സ്ഥിരതയോടെ നീതിയായി ജീവിക്കുമ്പോൾ വസ്ത്രം വെണ്മയുള്ളതാകുന്നു. ഒരു ദിവസം വരും, അന്ന് ഈ വസ്ത്രം അതിശോഭനമായിരിക്കും. ദൈവദൂതന്മാരുടേതുപോലെ വെണ്മ അതിനുണ്ടാകും. കളങ്കം ലവലേശം ഉണ്ടാകുകയില്ല. സ്വഭാവീതീതമായ ഒരു വെണ്മ അതിനുണ്ടാകും. വൃത്തിയായ വസ്ത്രം. എളിമ അഭ്യസിച്ച് വെള്ളവസ്ത്രം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം. ഹൃദയത്തിൻ്റെ പരിശുദ്ധിക്ക് മങ്ങലേൽക്കുക വളരെ എളുപ്പമാണ്. പരിശുദ്ധമായ ഹൃദയമില്ലാത്തവർക്ക് ദൈവത്തെ കാണാനും കഴിയുകയില്ല. എളിമ ജലം പോലെയാണ്. ആ ജലം ഉപയോഗിച്ച് വസ്ത്രം കഴുകണം.
എളിമയുള്ള ഒരാൾ തന്നെ വസ്ത്രത്തിൻ്റെ വെണ്മയ്ക്ക് മങ്ങലേറ്റാൽ അതുടനെ കണ്ടുപിടിക്കും. കാരണം അഹങ്കാരമാകുന്ന പുക കൊണ്ട് അയാളുടെ കാഴ്ച മങ്ങിയിട്ടില്ല. അതിനാൽ അയാളുടനെ കർത്താവിൻ്റെ പക്കലേക്ക് ഓടിച്ചെന്ന് ഇങ്ങനെ പറയും: എൻ്റെ ഹൃദയത്തിൻ്റെ പരിശുദ്ധിക്ക് ഞാൻ കളങ്കം വരുത്തിപ്പോയി. ശുദ്ധീകരിക്കപ്പെടുന്നതിന് അങ്ങേ കാൽക്കൽ വീണ് ഞാൻ കരയുന്നു. ഓ, എൻ്റെ സൂര്യനാണ് നീ. നീ എന്നോട് ധാരാളമായി ക്ഷമിച്ച് എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് നിന്റെ സ്നേഹം അതിൽ ചൊരിയണമേ. ഒരു പുതിയ വസ്ത്രം. ഓ, ഹൃദയത്തിൻ്റെ പുതുമ. കൊച്ചു കുട്ടികൾക്ക് അതുണ്ട്. ദൈവത്തിൻ്റെ ദാനമാണത്. നീതിമാന്മാർക്ക് അവർ മനസ്സിലാകുന്നതിനാൽ ദൈവം സമ്മാനമായി നൽകുന്നു. വിശുദ്ധന്മാർ അവരുടെ മനസ്സിനെ വീരോചിതമായ വിധം ദൈവത്തിലേക്ക് ഉയർത്തിയതിനാൽ ദൈവത്തിൽ നിന്നും സമ്മാനമായി ലഭിക്കുന്നു. പാപനിമിത്തം ആത്മാവ് കീറിപ്പറിഞ്ഞ് കരിഞ്ഞ് വിഷമേറ്റ് നികൃഷ്ടമായിരിക്കുന്ന ഒരാത്മാവിന് ഒരു പുതിയ വസ്ത്രം കിട്ടുമോ? തീർച്ചയായും കിട്ടും. തന്നെ അറപ്പോടുകൂടെ നോക്കാൻ തുടങ്ങുന്ന നിമിഷത്തിൽ അവന് അത് ലഭിക്കാൻ ആരംഭിച്ചു കഴിയും. ജീവിതം വ്യത്യാസപ്പെടുത്താൻ അയാൾ നിശ്ചയിച്ചു കഴിയുമ്പോൾ ആ വസ്ത്രത്തിൻ്റെ പുതുമ വർദ്ധിക്കും. അനുതാപത്താൽ പ്രായശ്ചിത്തത്താൽ അവൻ അതിനെ കഴുകി വിഷാംശമെല്ലാം നശിപ്പിച്ച് സുഖപ്പെടുത്തി രൂപപ്പെടുത്തി കഴിയുമ്പോൾ അത് പരിപൂർണ പുതുമയാർന്നതാകും. വീണ്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അവൻ്റെ കഠിനമായ പരിശ്രമം കൊണ്ടും അവൻ്റെ ഹൃദയത്തെ കൊച്ചു കുട്ടികളുടേതുപോലുള്ള പുതുമയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. വിശുദ്ധമായ കാര്യങ്ങൾക്ക് ദൈവസഹായം തേടുന്ന ഒരുത്തരെയും ഉപേക്ഷിക്കുകയില്ല. അവൻ്റെ മനസ്സിനെ വളരെ വീരോചിതമായ നിലയിലേക്ക് അവൻ ഉയർത്തണം. കാരണം ഉള്ളതിനെ സംരക്ഷിക്കുകയല്ല അവൻ ചെയ്യാനുള്ളത്, പിന്നെയോ നഷ്ടപ്പെട്ടതിനെ വീണ്ടും പണിതുയർത്തുകയാണ് ആവശ്യം. അതിനാൽ ഇരട്ടിയല്ല, 3 ഇരട്ടിയല്ല, 7 ഇരട്ടി കഠിന അധ്വാനം അവൻ ചെയ്യണം. മടുപ്പ് കൂടാതെ പരിഹാരം അനുഷ്ഠിച്ച് പാപകരമായ അവൻ്റെ അഹത്തെ മുഴുവൻ നിഷ്കരണം നിരന്തര പരിശ്രമത്താൽ നിഹനിച്ചു കഴിയുമ്പോൾ അവൻ്റെ ആത്മാവ് ഒരു ശിശുവിൻ്റെ പുതുമയാർന്നതായി തീരും. അവൻ്റെ പുതുമയ്ക്ക് ഒരു നവീനത്വം പ്രത്യേകമായിട്ടുണ്ടാകും. കാരണം അവനെപ്പോലെ പാപികളായിരുന്ന അനേകരുടെ അനുഭവജ്ഞാനമുള്ള ഒരു ഗുരുവായി തീരും അവൻ. വെള്ള ശിരോവസ്ത്രം. എളിമ. ഞാൻ ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും തപസ് ചെയ്യുമ്പോഴും ലോകം അത് കാണാതിരിക്കട്ടെ എന്ന്. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: രാജാവിൻ്റെ രഹസ്യം സൂക്ഷിക്കേണ്ടത് നീതിയാകുന്നു എന്ന്. നമ്മൾ ചെയ്യുന്ന നന്മയും ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹങ്ങളും സംരക്ഷിക്കാൻ നമ്മൾ ധരിക്കുന്ന ശിരോവസ്ത്രമാണ്, മൂടുപടമാണ് എളിമ. ദൈവം നമുക്ക് നൽകുന്ന പ്രത്യേകമായ സ്നേഹത്തെക്കുറിച്ച് നാം അഹങ്കരിക്കരുത്. മനുഷ്യരുടെ പൊട്ടസ്ഥിതി ഒരിക്കലും അന്വേഷിക്കുകയും അരുത്. അന്വേഷിച്ചാൽ ആ നിമിഷത്തിൽ ഈ ദാനം പിൻവലിക്കപ്പെടും. എന്നാൽ ഹൃദയത്തിൻ്റെ അഗാധതയിൽ നിന്നിങ്ങനെ പാടി സ്തുതിക്കണം: ഓ കർത്താവേ, എൻ്റെ ആത്മാവ് അങ്ങേ മഹത്വപ്പെടുത്തുന്നു. എന്തെന്നാൽ നിന്റെ എളിയ ദാസിയെ നീ തൃക്കൺ പാർത്തു. ഈശോ അല്പം നിർത്തിയിട്ട് അമ്മയെ ഒന്ന് നോക്കുന്നു. മേരി ശിരോവസ്ത്രത്തിനടിയിൽ വിവരണയാകുന്നുണ്ട്. അത് അറിയാതിരിക്കാൻ മേരി കുനിഞ്ഞ് മുമ്പിലിരിക്കുന്ന ബാലൻ്റെ മുടി കോതുകയാണ്. ആഴമേറിയ അനുഭവം പൊന്തി വന്നത് മറക്കുകയാണ്. പുഷ്പമുടി. എല്ലാ ദിവസവും സൽകൃത്യങ്ങൾ കൊണ്ട് ആത്മാവായ പുഷ്പമാല്യം നിർമ്മിക്കണം. വാടിയതോ കേടുള്ളതോ ഒന്നും അത്യുന്നതൻ്റെ സന്നിധിയിൽ വയ്ക്കാൻ പറ്റുകയില്ല. എല്ലാ ദിവസവും എന്ന് ഞാൻ പറഞ്ഞു. കാരണം എന്നാണ്, എപ്പോഴാണ് മണവാളൻ ദൈവം പ്രത്യക്ഷനായി വരൂ എന്ന് ആത്മാവിനോട് പറയുന്നത് എന്നറിഞ്ഞുകൂടാ. അതിനാൽ പുഷ്പമാല എന്നും പുതുതായി കോർത്ത് കാത്തിരിക്കണം. പേടിക്കുകയൊന്നും വേണ്ട, പൂക്കൾ വാടും. എന്നാൽ സൽപ്രവർത്തികളാവുന്ന പുഷ്പങ്ങൾ ഒരിക്കലും വാടുകയില്ല. ഓരോ മനുഷ്യൻ്റെയും സമീപയുള്ള ദൈവത്തിൻ്റെ ദൂതൻ ഈ പുഷ്പമുടികൾ അനുദിനം സ്വർഗത്തിലേക്ക് കൊണ്ടുപോയിക്കൊള്ളും. അനുഗ്രഹീതയായ ആത്മാവ് വധുവായി മണിവറയിൽ പ്രവേശിക്കുമ്പോൾ ഈ മുടികളെല്ലാം കൊണ്ട് ഒരു സിംഹാസനം അവൾക്കായി തയ്യാറാക്കിയിരിക്കുന്നത് കാണാം. കത്തിച്ച വിളക്കുകൾ. മണവാളനെ ബഹുമാനിക്കുന്നത് വഴി ശരിക്കും കാണുന്നതിനുമാണ് കത്തിച്ച വിളക്കുകൾ.
എത്ര പ്രകാശമേറിയതാണ് വിശ്വാസം! എത്ര നല്ല സ്നേഹിതനും ഒരു നക്ഷത്രത്തിൻ്റെ പോലുള്ള പ്രകാശമേറിയ ജ്വാല അത് നൽകുന്നു. പുഞ്ചിരി തൂകുകയും ചെയ്യുന്ന ജ്വാല. കാരണം അതിന് തൻ്റെ വിശ്വാസ്യതയിൽ നല്ല ഉറപ്പാണ്. അതിനെ വഹിക്കുന്ന പാത്രത്തെയും പ്രകാശിപ്പിക്കുന്ന ജ്വാല. വിശ്വാസത്താൽ പരിപോഷിപ്പിക്കപ്പെടുന്ന മനുഷ്യൻ്റെ ശരീരം പോലും കൂടുതൽ പ്രകാശമാനമാകുന്നതായും അരൂപി നിറഞ്ഞതായും കാണപ്പെടുന്നു. അകാല വാർദ്ധക്യത്തിൽ നിന്ന് ഈ ലോകത്തിൽ വെച്ച് തന്നെ അത് സ്വന്തമാക്കപ്പെടുന്നു. കാരണം വിശ്വസിക്കുന്നവൻ ദൈവവചനത്തെ ആശ്രയിക്കുന്നു, പ്രമാണങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നു. ദൈവമാണ് അവൻ്റെ ആത്യന്തിക ലക്ഷ്യം. അതിനാൽ എല്ലാ ദുഷ്പ്രവണതകളെയും അയാൾ വിട്ടകലുന്നു. അസ്വസ്ഥതയോ ഭയമോ കൂടാതെ ജീവിക്കുന്നു. ഇച്ഛാഭംഗങ്ങളൊന്നുമില്ല. കള്ളം പറഞ്ഞിട്ടുള്ളത് സ്ഥിരമായി ആദരിക്കാൻ, കള്ളം പറയേണ്ടതെന്തെന്ന് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ട് വേണ്ട. ചീത്ത പ്രവൃത്തികൾ മൂടിവെക്കാൻ ബുദ്ധിമുട്ടേണ്ട. ഇവയെല്ലാം ഒഴിവാകുന്നതിനാൽ യുവത്വവും ശരീരകാന്തിയും നിലനിൽക്കുന്നു. അഴിഞ്ഞു പോകാത്ത വിശുദ്ധന്മാരുടെ സിദ്ധി ഇങ്ങനെയുള്ളവർക്ക് ലഭിക്കും. ജഡവും രക്തവും മനസ്സും ഹൃദയവും എല്ലാ തരത്തിലുള്ള അശുദ്ധിയിൽ നിന്ന് വിമുക്തമായി പുകയില്ലാതെ കത്തുന്ന എണ്ണയാകുന്ന വിശ്വാസം കൊണ്ട് നിറയുന്നു. ആ ജ്വാലയെ പരിപോഷിപ്പിക്കാനുള്ള സ്ഥിരമായ നിശ്ചയവും ആളിനുണ്ട്. അനുദിന ജീവിതത്തിലെ ഇച്ഛാഭംഗങ്ങൾ, സമ്പർക്കങ്ങൾ, തീരുമാനങ്ങൾ, തർക്കങ്ങൾ, പ്രലോഭനങ്ങൾ എന്നിവ വിശ്വാസത്തെ ദുർബലമാക്കുമോ? ഇല്ല, അത് സംഭവിക്കാൻ ഇടയാക്കരുത്. എല്ലാ ദിവസവും മാധുര്യവും ജ്ഞാനവും നൽകുന്ന ദൈവത്തിൻ്റെ എണ്ണ പകരുന്ന ഉറവിടത്തിലേക്ക് പോകുക. അല്പം എണ്ണ മാത്രമുള്ള വിളക്ക് വായുവിൻ്റെ അല്പചലനം കൊണ്ടും രാത്രിയിൽ വീഴുന്ന മഞ്ഞുതുള്ളി കൊണ്ടും എളുപ്പം അണഞ്ഞു പോകും. രാത്രി അന്ധകാരത്തിൻ്റെ നാഴിക, പാപത്തിൻ്റെ പ്രലോഭനത്തിൻ്റെ നാഴിക എല്ലാവർക്കും ഉണ്ടാകും. ആത്മാവിന് അത് രാത്രിയാണ്. എന്നാൽ ആത്മാവ് വിശ്വാസം കൊണ്ട് നിറഞ്ഞതാണെങ്കിൽ അതിൻ്റെ ജ്വാല ലോകത്തിൻ്റെ ആകർഷണമാകുന്ന കാറ്റുകൊണ്ടോ ജഡികതയാകുന്ന മൂടൽ കൊണ്ടോ അണഞ്ഞു പോവുകയില്ല. അവസാനമായി ജാഗ്രത, ജാഗ്രത, ജാഗ്രത. കരുതലില്ലാതെ പ്രത്യാശ വയ്ക്കുന്ന ആൾ പറയും, ഓ, ദൈവം എൻ്റെ വിളക്കിലെ എണ്ണ തീരുന്നതിന് മുമ്പ് കൃത്യസമയത്ത് വരുമെന്ന്. എന്നിട്ട് ഉണർന്നിരിക്കുന്നതിന് പകരം ഉറങ്ങാൻ തീരുമാനിക്കും. പെട്ടെന്ന് എണ്ണീറ്റ് തയ്യാറെടുക്കുന്നതിന് ആവശ്യമായവ കരുതി ക്രമപ്പെടുത്തി വയ്ക്കാതെ ഉറക്കം തുടങ്ങുകയും ചെയ്യും. എണ്ണ വാങ്ങുവാൻ അവസാന നിമിഷം വരെ കാത്തിരിക്കുന്നവനും സന്മനസ്സാകുന്ന തിരി കൃത്യസമയത്ത് തെളിച്ചു കൊള്ളാമെന്ന് വിചാരിക്കുന്നവനും അവസാനം മണവാളൻ വരുമ്പോൾ പുറത്തായി പോകാനുള്ള അപകടത്തിലാണ് ജീവിക്കുന്നത്. അതിനാൽ ജാഗ്രതയോടെ ഇരിക്കുക. വിവേകം, സ്ഥിരത, പരിശുദ്ധി, പ്രത്യാശ ഇവയെല്ലാം പാലിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വിളിക്കായി കാത്തിരിക്കുക. കാരണം അവൻ എപ്പോൾ വരുമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ പ്രിയ ശിഷ്യരെ, നിങ്ങൾ ദൈവത്തെ ഭയപ്പെടണമെന്നല്ല, നേരെ മറിച്ച് ദൈവത്തിൻ്റെ നന്മയിൽ പ്രത്യാശയുള്ളവരാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ താമസിക്കുന്നവരും ഇവിടെ നിന്നും പോകുന്നവരും ചെയ്യേണ്ടത് ഇതാണ്. ബുദ്ധിമതികളായ കന്യകകൾ ചെയ്തത് നിങ്ങൾ ചെയ്താൽ മണവാളനെ എതിരേൽക്കാൻ മാത്രമായിരിക്കുകയില്ല നിങ്ങളെ വിളിക്കുന്നത്. പിന്നെയോ വാസ്തിയുടെ സ്ഥാനത്ത് എസ്തേറിൻ്റെ രാജ്ഞിയാക്കിയതുപോലെ നിങ്ങളെയും വധുവായി തിരഞ്ഞെടുക്കും. കാരണം മറ്റാരെയേക്കാൾ നിങ്ങളെയാണ് മണവാളൻ കൂടുതൽ കൊള്ളാവുന്നവരായി കാണുക. അകലേക്ക് പോകാൻ ഒരുങ്ങുന്ന എല്ലാവരെയും ഞാൻ അനുഗ്രഹിക്കുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കൂടെയുള്ളവർക്കും വേണ്ടി എൻ്റെ വാക്കുകൾ നിങ്ങൾ കൊണ്ടുപോകുക. കർത്താവിൻ്റെ സമാധാനം എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ.